വി.ഡി. സതീശന്റെ കാര്യം പറഞ്ഞു. കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തലോ അവരുന്നയിക്കുന്ന ക്ലെയിം എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? ശരത്ലാൽ കേൾക്കാമോ? നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ നമ്മള് വി.ഡി. സതീശൻ പറഞ്ഞ കാര്യം കേട്ടു. ഈ കെ.സി. വേണുഗോപാലിന്റെയോ അതേപോലെ രമേശ് ചെന്നിത്തലയോ രണ്ടുപേരുടെയും ക്ലെയിം പുറത്തു വരുന്നുണ്ടോ? അല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യം. രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ വി ഡി സതീശന് അതേ അഭിപ്രായം തന്നെയെന്ന് പറയേണ്ടി വരും. കാരണം കെ.സി. വേണുഗോപാലിനെ, അതായത് ഒരു MLA അല്ലാത്ത ഒരാളെ ഹൈക്കമാൻഡ് കെട്ടിയിറക്കേണ്ട ആവശ്യമില്ല. പരിചയസമ്പന്നനും അല്ലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ താൻ അവിടെ സ്ഥാനാർത്ഥിയായി ജയിച്ചിട്ടുണ്ട്. വി ഡി സതീശനെ മാറ്റുകയാണെങ്കിൽ MLA-മാരുടെ എണ്ണത്തിൽ തന്നെയാണ് തനിക്കാണ് അത് കെ.സി. വേണുഗോപാൽ ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തുണ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലേക്കുള്ള പ്രശ്നങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യ മണിക്കൂറിലെ ചർച്ചകൾ നമുക്ക് ലഭിക്കുന്ന, അതായത് പരിമിതമായ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ആ പരിമിത വിവരങ്ങളിൽ നിന്നാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് വരുന്നത്. കാരണം ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചക്കും ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയോ അല്ലെ വി ഡി സതീശനോ തയ്യാറായിട്ടില്ല. വി ഡി സതീശനാവട്ടെ കടത്തി പറയുക കൂടി ചെയ്യുകയാണ്. താനൊരു വനവാസത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന അവസ്ഥയിലേക്ക്, ജനങ്ങൾക്കിടയിൽ വനവാസത്തിലേക്ക് ഇടാൻ പോകുന്ന താല്പര്യത്തിലേക്ക് താൻ താല്പര്യപ്പെടും. കാരണം തന്നെക്കെതിരെ ഒട്ടതിരിഞ്ഞ് തന്നെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് AICC ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ നടപ്പിലാക്കിയത്, കെ.സി. വേണുഗോപാൽ വ്യക്തിപരമായി നടപ്പിലാക്കിയത് എന്നുള്ള രീതിയിലാണ്. കാരണം താൻ ഈ പ്രകടനം നടന്ന കാര്യങ്ങളിലോ തൻ്റെ അനുയായികളോ അല്ലെ തന്നെ അല്ലെങ്കിൽ താൻ ചെയ്തതോ അല്ല. കാരണം ജനങ്ങൾ അത് അവിടെ വെച്ച് ഞാൻ പറയുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, എന്നിട്ട് പോലും ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളുടെ വികാര പ്രകടനം തന്നെയാണ് അത് എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു കാര്യം പറയുക, ഈ കാര്യത്തിൽ കെ.സി. വേണുഗോപാലിനെ ഒറ്റയടിക്ക് നിയമിക്കാനായിരുന്നുവെങ്കിൽ ചർച്ച ഇത്രത്തോളം നീളേണ്ട കാര്യമില്ല. വി ഡി സതീശനിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴും വി ഡി സതീശന് അനുകൂലമാണ്, അല്ലെ അദ്ദേഹത്തിന് പൂർണ്ണമായി കൈവിട്ടിട്ടില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നിടത്തേക്കൊണ്ട് കാരണം വലിയ ചർച്ച ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അവസാനിക്കാം. ഇതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം, ഇത് നിങ്ങൾ അംഗീകരിക്കണം, ബാക്കി കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ ആ കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം. ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ കെ.സി. അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന ആൾ സത്യപ്രതിജ്ഞ ചെയ്യട്ടെ എന്ന് പറയുന്നതിന് പകരം ഈ ചർച്ച 2 മണിക്കൂർ നീണ്ടുപോവുകയാണ്. അതുതന്നെയാണ് ഇതിലെ ഒരു ലോജിക്ക്, അതുതന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒറ്റപ്പേരാണ് പറയുന്നതെങ്കിൽ ഇത്ര സമയത്തിനും ആവശ്യമില്ല. കോൺഗ്രസിൻ്റെ നിലപാട് അങ്ങനെയാണ്. കോൺഗ്രസ് വരും, സോണിയാഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു ഇന്നവർ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു ഇന്നവർ എന്ന് പറഞ്ഞ് യോഗം പിരിച്ചുവിട്ട് അത് അനുസരിക്കാൻ പറയുക എന്നുള്ളതാണ് ഈ ചർച്ചകൾ എന്നുള്ള കാര്യം. ഒരു സമവായത്തിലെ കാര്യങ്ങൾ എത്തുമോ ഇല്ലെങ്കിൽ നിരീക്ഷകരുടെ റിപ്പോർട്ട് അനുസരിച്ചുള്ള തീരുമാനം, ആ തീരുമാനത്തിലേക്ക് ഇതേപോലത്തെ ഒരു പ്രതിസന്ധി കോൺഗ്രസ് പാർട്ടി നേരിടുന്നത് കണ്ടിരുന്നു. അത് നിന്നത് തന്നെ MP-മാർ മത്സരിക്കുന്ന കാര്യത്തെ ചൊല്ലിയായിരുന്നു. അതിൽ ഏറ്റവും കീറാമുട്ടിയായിരുന്നത് കെ സുധാകരന്റെ നിലപാട്, അതിൽ അദ്ദേഹത്തെ മയപ്പെടുത്തിയെടുക്കുക എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അതേ ട്രാക്കിലേക്ക് പോവുകയാണ്. എവിടെയാണോ ഒരു നിലപാടെടുത്ത് MP-മാർ മത്സരിക്കേണ്ട എന്നൊരു നിലപാടിൽ ആ പാർട്ടിയിൽ തുടക്കത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയഘട്ടത്തിൽ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിജയം കൈവരിച്ചു, അതിനുശേഷം അതേ MP-മാർ മുഖ്യമന്ത്രിയാകണമോ എന്ന കാര്യം ചൊല്ലി വീണ്ടും ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. ഇതിപ്പം ഈ കെ.സിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ മറ്റു രണ്ടുപേരെയും എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഹൈക്കമാൻഡ് തീരുമാനം. അതല്ല, വി ഡി സതീശനിലേക്ക് പോയാലും ഉണ്ടല്ലോ കാര്യങ്ങൾ, 3 പേരെയും വിശ്വാസത്തിലെടുക്കണമല്ലോ. അതെ, ഇതാണ് സേതുലക്ഷ്മി, ഇത് തന്നെയാണ് ഹൈക്കമാൻഡിനെ ഒരു കീറാമുട്ടി എന്ന് പറയുന്നത്. വി ഡി സതീശർക്ക് കാര്യങ്ങൾ പോയാൽ പൊതുജനങ്ങൾ, അതായത് ജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകർ ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ സമാധാനിപ്പിക്കേണ്ടത് കെ.സി. വേണുഗോപാലിനെ, അദ്ദേഹത്തിനൊരു ചുമതലയുണ്ട്. പിന്നെ സമാധാനിപ്പിക്കേണ്ടത് രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലെ ചുമതലയുണ്ട്. മഹാരാഷ്ട്രയിൽ ഇത്രയധികം തോൽവി ഉണ്ടായിട്ടും, മഹാരാഷ്ട്രയിൽ നിന്ന് കോൺഗ്രസ് തവിടുപൊടിയായിട്ടും, മഹാരാഷ്ട്രയിലെ അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചടി നേടിയിട്ടും രമേശ് ചെന്നിത്തലയെ ആ സ്ഥാനത്തൊന്നും മാറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിന് മുമ്പിൽ ഇവർക്ക് 2 പേർക്ക് പറഞ്ഞു നിൽപ്പിക്കാൻ അല്ലെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഒരു പദവികളുണ്ട്. എന്നാൽ വി ഡി സതീശൻ്റെ കാര്യത്തിൽ അത്തരം ഒരു പദവിയില്ല. കാരണം വി ഡി സതീശൻ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് മാത്രമാണ്. അതുമാത്രമല്ല 5 വർഷവും പ്രതിപക്ഷ നേതാവുകയും താൻ വരച്ച വരയിൽ കൂടി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്ത വ്യക്തിയാണ്. താൻ പറഞ്ഞ തൻ്റെ ക്ലാസുകൾ തൻ്റെ ക്യാമ്പുകൾ, താൻ ഓരോ ക്യാമ്പിലും എങ്ങനെയാണ് ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടത്, ഏതൊക്കെ ബൂത്തുകളിൽ ഏതൊക്കെ
വോട്ട് ഇത്തരത്തിൽ താഴേക്കെട്ടിൽ നിർദ്ദേശം നൽകുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത വി ഡി സതീശന് അതുകൊണ്ട് തന്നെയാണ് അനുകൂലമായി വാർഡ് തലത്തിൽ പ്രകടനം വരുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ തന്നെ ബാലുശ്ശേരി മണ്ഡലത്തിലുള്ള പ്രകടനം നമ്മൾ കാണിച്ചു. അതേപോലെ തന്നെ പ്രകടനം കാണിച്ചു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കാരണം ജനങ്ങളുമായി അല്ലെ കോൺഗ്രസ് പ്രവർത്തകരുമായി നേരിട്ട് ഒരു ബന്ധം വി ഡി സതീശനുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിന്റും. അതുതന്നെയാണ് അദ്ദേഹം ഹൈക്കമാൻഡിലെ മുന്നിൽ പറഞ്ഞതും. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ നേരത്തെയുള്ള നിലപാടുകളിൽ ഹൈക്കമാൻഡ് എപ്പോഴും ഹൈക്കമാൻഡിനോട് ഒപ്പം നിൽക്കുന്ന അല്ലെ ഹൈക്കമാൻഡിനോട് മുറുത്തു പറയാത്ത, ഹൈക്കമാൻഡ് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്ന ഏതെങ്കിലും ബിനാമികളെ നേതാവാക്കിയ ചരിത്രമാണുള്ളത്. ഇത് രാജസ്ഥാനിൽ നേരത്തെ ഇത് സംഭവിച്ചിരുന്നു. രാജസ്ഥാനിൽ പടം നയിച്ചത് സച്ചിൻ പൈലറ്റ് ആയിരുന്നു. പക്ഷേ വിജയിച്ചു വന്നപ്പോൾ അശോക് ഗെഹ്ലോട്ടാണ് മുഖ്യമന്ത്രിയായത്. ഇതുതന്നെയാണ് മധ്യപ്രദേശിൽ സംഭവിച്ചത്. മധ്യപ്രദേശിൽ പടം നയിച്ച ജ്യോതിരാദിത്യ സിന്ധ്യയെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ മുഖ്യമന്ത്രിയാക്കിയത് കമൽനാഥിനെ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ആ പരിപാടി നടക്കില്ല എന്ന നിലപാട് എടുക്കുന്നു വി ഡി സതീശൻ. പടം നയിച്ചവൻ തന്നെ മുഖ്യമന്ത്രി ആകേണ്ടതുണ്ട്, ആ നീതി വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു വി ഡി സതീശൻ. ഞാൻ ശരത്തിലേക്ക് വരാം. ശരത്ത്,